ഹലോ ഫ്രണ്ട്സ്, ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാക്കനാടടുത്തായി ഒരു കണ്ടംപററി സ്റ്റൈൽ എലവേഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിടിലൻ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നതും. 3 ബെഡ്റൂം അതുകൂടാതെ യൂട്ടിലിറ്റി ഏരിയയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 1 കിലോമീറ്ററുമാണുള്ളത്. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബഡ്ജറ്റ് വില്ല സ്ഥിതി ചെയ്യുന്നത്. 4 മീറ്ററിലധികം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴി തന്നെയാണ് ഈ വീട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ നൽകിക്കൊണ്ടുള്ള വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. 4.25 സെന്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നല്ല വിശാലമായൊരു മുറ്റം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയും അതുകൂടാതെ വലിയൊരു ഓപ്പൺ പാർക്കിംഗ് സ്പേസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 2 SUV കാറുകൾ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 4-5 പേർക്ക് ഇരിക്കാവുന്നത്ര ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യമായി കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടാണ് TV യൂണിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ഭംഗി കൂട്ടുന്നതിനായി LED ലൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള മനോഹരമായൊരു പാർട്ടീഷൻ വർക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്ക് നമുക്ക് ഇവിടെയും കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഒതുങ്ങിമാരെ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നതും. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ താഴ്ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. നല്ലൊരു മോഡേൺ ലുക്കിൽ തന്നെയാണ് കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഇവിടെ കിച്ചൺ കബോർഡിന് കളർ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിനോട് തൊട്ടു ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അടുക്കളക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ അലക്കുന്നതിനായിട്ടുള്ളൊരു അലക്ക് കല്ലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. LED സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെയും സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയും നല്ലൊരു സീലിംഗ് വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മുഴുവൻ ഏരിയയും ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. ഏകദേശം 20 അടിയോളം നീളം വരുന്ന വളരെ വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡ് ഭാഗം മുഴുവനായി തന്നെ GI ട്യൂബുകൾ കൊണ്ട് കവർ ചെയ്ത് സേഫാക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 11 അടിയോളം നീളം വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്.
3 വാളികളുള്ള ഒരു വാർഡ്രോബ് നമുക്ക് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു വുഡൻ ഷെയ്ഡിലാണ് ഈ ബെഡ്റൂമിലെ വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 2 തട്ടുകളായി തിരിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. GI ട്യൂബുകൾ കൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ബാൽക്കണിയിൽ നിന്ന് ഓപ്പണിംഗ് കൊടുത്ത് സെക്കൻഡ് ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നതിനായിട്ടുള്ളൊരു ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.